ബാംഗ്ലൂർ അപ്പാർട്ട്മെന്റിൽ പാർക്കിംഗ് ഇല്ലാതെ ജീവിക്കുന്ന ആളുകളോട് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. ഒരു കാരണവശാലും നിങ്ങളെ വണ്ടികൾ എടുത്തുകൊണ്ട് ഇവിടെ വരരുത്. കാരണം വേറൊന്നുമല്ല, എന്റെ വണ്ടിക്ക് ആകെ ഇത്രയും ദിവസം കൂടിയിട്ട് കിട്ടിയൊരു പാർക്കിംഗ് ആണ് ദാ ഇവിടെ. ആണ്ടെ, ഓണറിന്റെ വണ്ടി കിടക്കുന്നത് പുറത്ത്, എന്റെ വണ്ടി കിടക്കുന്നത് ഇവിടെ. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒന്ന് പോണം, വണ്ടി ഒന്ന് പുറത്തിറക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നടക്കത്തില്ല. ഇപ്പൊ ഇവിടെ എല്ലാവരും ജോലിക്ക് പോയിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ബൈക്കാവും. പിന്നെ ഞാൻ എന്താ ഇതിന്റെ മേളിൽ കൂടെ പറത്തി കൊണ്ടുപോകും. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ ആളുകൾ ചോദിക്കും പേ ആൻഡ് പാർക്ക് അല്ലേ? ഇത് പേ ആൻഡ് പാർക്കാണ്. പേ ആൻഡ് പാർക്കിൽ പൈസ കൊടുത്തിട്ടുള്ള അവസ്ഥയാണിത്. സോ അതുകൊണ്ട് അത്യാവശ്യം നല്ല ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി നല്ല പ്രസ്റ്റീജ് പോലത്തെയൊക്കെ ഫ്ലാറ്റുകളിലൊക്കെ അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. ഞാൻ മാറ്റി, ടയറും മാറ്റി, എല്ലാം ചെയ്തിട്ട് എത്ര ദിവസമായെന്നറിയോ അളിയനോടെ കിടക്കാൻ തുടങ്ങിയിട്ട്? കുറെ ദിവസമായി കിടക്കാൻ തുടങ്ങിയിട്ട്. സ്റ്റാർട്ട് ചെയ്യുക, AC ഇടുക, ഓഫ് ചെയ്യുക, പിന്നെയും കിടന്നുറങ്ങുക. ഇത് തന്നെയാണ് പരിപാടി അളിയന്റെ. ഇപ്പം വേറെ ഒരു പരിപാടി അളിയനിപ്പോ എടുക്കുന്നില്ല. നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എനിക്കറിയാവുന്ന ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട്സോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ആന്റിനാസ് ചോദിച്ച ഒരുപാട് പേരുണ്ട്, ടയർ ചോദിച്ച ഒരുപാട് പേരുണ്ട്. ഇതിന്റെയൊക്കെ കോൺടാക്ട് നമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ കോൺടാക്ട് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ തരാം. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, നമ്പർ വേണമെന്നുണ്ടെങ്കിൽ താഴെ DM ചെയ്യുക. ബൈ.